വന്നു കേട്ടോ. ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് വെച്ചിട്ട് കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയൊരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം കിഴങ്ങ് ഞാനിങ്ങനെ അരിഞ്ഞു, ചട്ടി അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടാകുമ്പോൾ കടുകിട്ടു, ജീരകം ഇട്ടു, പിന്നീട് സവോളയും ഇച്ചിരി പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി, അതിനുശേഷം കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല, ഒരു നുള്ള് ജീരകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് കിഴങ്ങിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുത്ത് അത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അവിടെ ഒന്ന് വേകട്ടെ. അപ്പോൾ എനിക്ക് 2 ഇല കിട്ടി. അപ്പോൾ അത് പൊതിച്ചോറുണ്ടാക്കാമെന്ന് വെച്ചു. അതിനായിട്ടാണ് ഇത് ബന്ധപ്പാട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ട പൊരിക്കണം. മുട്ട പൊരിച്ച് പിന്നെ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി ഞാൻ നേരത്തെ തന്നെ വെച്ചായിരുന്നു. അപ്പോൾ വെച്ചോണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് ഒന്നും പറ്റാതെ കൊണ്ട് അപ്പം 2 മുട്ട പൊരിക്കുന്നു. അപ്പോൾ 2 മുട്ടയും പൊരിച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി, കോവയ്ക്ക തോരൻ വെച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ ചമ്മന്തി അരച്ചു, വെക്കാത്തവരുണ്ടാക്കി. അതൊക്കെ സ്റ്റാൻഡ് പോയതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. റെഡിയായി, ചമ്മന്തി ഉണ്ട്, റെഡിയായി.